ഗൂഗിൾ മാപ്പ് നോക്കി വഴി കണ്ടുപിടിച്ച് യാത്ര ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ ശീലം. ദുർഘടമായ വഴികളിൽ ഗൂഗിൾ മാപ്പ് സഹായിക്കുന്നുമുണ്ട്. എന്നാൽ കണ്ണടച്ചതിനെ വിശ്വസിക്കാമോ? പ്രത്യേകിച്ച് മഴക്കാലത്ത് മാപ്പിന്റെ സഹായത്തോടെയുള്ള യാത്രയിൽ ജാഗ്രത വേണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകുന്നത്. പുതിയ കാലത്തിന്റെ രീതിയാണ് ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്ര. അപരിചിതമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് ഒരു പരിധിവരെ സഹായിക്കുമെന്നതിൽ സംശയവുമില്ല. പക്ഷേ പ്രതികൂല കാലാവസ്ഥയും സാങ്കേതിക തടസ്സവും അടക്കമുള്ള കാര്യങ്ങൾ എത്തിയാൽ ഗൂഗിൾ മാപ്പ് ചതിക്കാനും സാധ്യതയുണ്ട്. ഗൂഗിൾ മാപ്പിന്റെ വഴികൾ എപ്പോഴും സുരക്ഷിതമല്ല. പ്രത്യേകിച്ച് മഴയും മഞ്ഞുമുള്ള കാലാവസ്ഥയിൽ മാപ്പ് വഴി തെറ്റിച്ചെന്നിരിക്കും. ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് വഴിതെറ്റി അപകടമുണ്ടായി മരണം സംഭവിച്ചതും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം കുറുപ്പന്തറയിൽ മാപ്പ് നോക്കി സഞ്ചരിച്ച വിദ്യാർത്ഥികൾ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായെന്നതാണ് ഇന്നത്തെ വാർത്ത. വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. എന്നാൽ എല്ലാ തവണയും അപകടങ്ങളിൽ ഭാഗ്യം രക്ഷകനാകണമെന്നില്ല. പതിയിരിക്കുന്ന ഇത്തരം അപകടങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിട്ട് യാത്ര പോയിക്കൊണ്ടിരുന്ന ഒരു കാറിലെ യാത്രികർ അബദ്ധവശാൽ ഒരു പുഴയിൽ വീഴുകയും അതിലുള്ള 2 യുവ ഡോക്ടർമാർ മരണപ്പെടുകയും ചെയ്ത വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ വായിച്ചത്. നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചിട്ടാണ് പല യാത്രകളും പോകുന്നത്. വളരെ സൗകര്യപ്രദവുമാണ്. പക്ഷേ നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യാത്ര സേഫായിട്ട് മാറ്റാൻ പറ്റും. ട്രാഫിക് കുറവുള്ള റോഡുകളെ മാപ്പിന്റെ അൽഗോരിതം എളുപ്പമെത്തുന്ന വഴിയായി കാണിക്കാറുണ്ട്. എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ എപ്പോഴും സുരക്ഷിതമല്ല. തോടുകൾ കവിഞ്ഞൊഴുകിയും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലും വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്ത അപകടങ്ങൾ നിറഞ്ഞ നിരത്തുകളിലും തിരക്ക് കുറവുള്ളതിനാൽ ഗൂഗിളിന്റെ അൽഗോരിതം അതിലേക്ക് നയിച്ചേക്കാം. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കില്ലെന്ന് മാത്രമല്ല, അപകടങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിക്കാം. യാത്രക്കിടയിൽ GPS നഷ്ടപ്പെടുന്നതും വഴി തെറ്റിക്കാം. സിഗ്നൽ നഷ്ടപ്പെടുന്ന റൂട്ടുകളിൽ ആദ്യമേ റൂട്ടുകൾ ഡൗൺലോഡ് ചെയ്തിടുന്നതും നന്നാകും. മാപ്പിലെ യാത്രാരീതി മാറി തിരഞ്ഞെടുക്കുന്നതും വഴിതെറ്റാൻ കാരണമാകുന്നുണ്ട്. 2 വീലർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ 4 വീലർ പോകണമെന്നില്ല. അതിലും വേണം ശ്രദ്ധ. ഒരിക്കൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്തു വഴിതെറ്റിയാൽ ഗൂഗിൾ മാപ്പിന്റെ ഒരു സംവിധാനമുണ്ട്, കോൺട്രിബ്യൂട്ട് എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ ആഡ് പ്ലേസ് എന്നൊരു ഓപ്ഷൻ എത്തും. അതിൽ തെറ്റിയ വഴി ആഡ് ചെയ്യാം. പിന്നീട് വരുന്ന യാത്രക്കാർക്ക് അത് തുണയാകുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. സംശയമുണ്ടെങ്കിൽ വഴി യാത്രക്കാരോട് ചോദിക്കാം, അല്ലെങ്കിൽ സാധ്യമായ മറ്റു വഴികൾ തേടാം. ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.